വെനസ്വേലയിലേക്ക് അമേരിക്കയുടെ കടന്നുകയറ്റത്തിനുള്ള നീക്കം കൂടുതൽ വെളിവാവുകയാണ്. നിക്കോളാസ് മദുറോയുമായുള്ള ഏറ്റുമുട്ടൽ ട്രംപ് കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിവരുന്നതാണ്. പല തരത്തിലുള്ള കുറ്റാരോപണങ്ങളും ആക്രമണ സന്നദ്ധതയുമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു ട്രംപ്. ഇപ്പോൾ അമേരിക്കയുടെ ഏറ്റവും നൂതനമായ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡ് കരീബിയൻ പ്രദേശത്തേക്ക് നീങ്ങുന്നു എന്ന വിവരമാണ് വന്നിട്ടുള്ളത്. ലഹരിക്കടത്ത് തടയുന്നതിനുള്ള US നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ നീക്കം എന്നതാണ് അമേരിക്ക വിശദീകരിക്കുന്നത്. നിലവിൽ മെഡിറ്ററേനിയൻ കടലിലാണ് ഈ കപ്പലുള്ളത്. താമസിയാതെ ഈ ലാറ്റിൻ അമേരിക്കൻ തീരത്തേക്ക് ഇത് നീങ്ങും, അവിടെ നിലയുറപ്പിക്കും എന്ന വിവരങ്ങളാണ് വരുന്നത്. കരീബിയൻ മേഖലയിലെ US-ന്റെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നു അമേരിക്ക എന്നതാണ് ഈ നീക്കത്തിലൂടെ വ്യക്തമാകുന്നത്. നേരത്തെ തന്നെ വെനസ്വേലയുടെ തീരത്ത് B-1 ബോംബറുകൾ US പറത്തിയിരുന്നു. പരിശീലനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ആഴ്ചയും US ബോംബറുകൾ വെനസ്വേലയുടെ തീരത്ത് എത്തുകയും ചെയ്തിരുന്നു. വ്യോമസേനയിലെ ഏറ്റവും കൂടുതൽ ബോംബറുകൾ വഹിക്കാൻ ശേഷിയുള്ള വിമാനമാണ് B-1. അതിനു മുൻപ് B-52 ബോംബറുകൾ വെനസ്വേലയുടെ തീരത്ത് പരിശീലന പറക്കൽ നടത്തിയിരുന്നു. F-35B വിമാനങ്ങളും പരിശീലനത്തിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ വലിയ ആയുധ സന്നാഹങ്ങൾ വെനസ്വേലൻ തീരത്തും കടലിലും ഒക്കെ ഉറപ്പാക്കുകയാണ് അമേരിക്ക. അത് എന്തിനുള്ള നീക്കം എന്ന സംശയം അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഉണർത്തുന്നതാണ്. വലിയ തന്ത്രങ്ങൾ വെനസ്വേലയുടെ കാര്യത്തിൽ ട്രംപ് നടത്തുന്നു എന്നതാണ് ഈ നീക്കങ്ങളൊക്കെ നൽകുന്നത്. കരീബിയൻ കടലിനും വെനസ്വേലയുടെ തീരത്തും സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചതോടെ നിക്കോളാസ് മദുറോയെ പുറത്താക്കാൻ ട്രംപ് ശ്രമിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങളാണ് ഉയരുന്നത്. അത് അട്ടിമറിക്കാനുള്ള നീക്കമാണോ അതോ ഒരു യുദ്ധ സന്നദ്ധതയാണോ ട്രംപ് പ്രകടിപ്പിക്കുന്നത് എന്ന സംശയങ്ങൾ ബാക്കി നിർത്തുകയാണ്. ഈ ട്രംപ് ഇതിന് കാരണമായി പറയുന്നത് മയക്കുമരുന്ന് കടത്ത്, ഒപ്പം തന്നെ ജയിലിലുള്ള കുറ്റവാളികളെ US-ലേക്ക് തുറന്നുവിടൽ തുടങ്ങിയ ആരോപണങ്ങളാണ് മദുറോയ്ക്കെതിരെ ട്രംപ് നടത്തുന്നത്. മാത്രവുമല്ല, വെനസ്വേലയിൽ ജനാധിപത്യമില്ല എന്നത് ചൂണ്ടിക്കാട്ടിയുള്ള കുറ്റപ്പെടുത്തലുകളും ഇടപെടലുകളും ഒക്കെയാണ് ട്രംപ് നടത്തുന്നത്. പക്ഷേ മറ്റൊരു രാഷ്ട്രത്തിന്റെ സ്വതന്ത്ര പരമാധികാരത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതാണ് വസ്തുത. US-ലേക്ക് മയക്കുമരുന്ന് കടത്തുന്നതായി ആരോപിച്ച് വെനസ്വേലൻ തീരത്ത് നിരവധി ചെറു കപ്പലുകൾ US നേരത്തെ തകർത്തിരുന്നു. മയക്കുമരുന്ന് ഭീകരവാദവുമായി ബന്ധപ്പെട്ട കേസുകൾ മദുറോ US-ൽ നേരിടുന്നുണ്ട്. മദുറോ മയക്കുമരുന്ന് കടത്ത് സംഘടനയുടെ നേതാവാണ് എന്നതാണ് ട്രംപ് ആരോപിക്കുന്നത്. അങ്ങനെ പലതരം കുറ്റങ്ങൾ ആരോപിച്ചും കണ്ടെത്തിയും ട്രംപ് വെനസ്വേലയെ ലക്ഷ്യമിടുകയാണ്, മദുറോയെ ലക്ഷ്യമിടുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഏറ്റവും വലിയ യുദ്ധ കപ്പലുകൾ, ഏതാണ്ട് 90ഓളം വിമാനങ്ങൾ വഹിക്കാൻ കഴിയുന്നതാണ് ഈ യുദ്ധക്കപ്പൽ. ആ യുദ്ധക്കപ്പൽ തന്നെ വെനസ്വേലൻ തീരത്ത് വിന്യസിക്കുന്നത്. ഈ ട്രംപിന്റെ ഇടപെടലുകൾ നോക്കിയാൽ രണ്ടാം തവണ US പ്രസിഡന്റായ അധികാരമേറ്റതു മുതൽ തന്നെ വെനസ്വേലയിലെ ഭരണകൂടത്തിനെതിരെ ശക്തമായ വിമർശനവുമായി ട്രംപ് രംഗത്തുണ്ട്. അടുത്തിടെ ട്രംപ് പല വിവാദ പരാമർശങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. അത് സംഘർഷം രൂക്ഷമാക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. 2025 സമാധാന നൊബേൽ പുരസ്കാരം നേടിയ വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മജാഡോയെ അഭിനന്ദിച്ചുള്ള ട്രംപിന്റെ പരാമർശങ്ങളും വലിയ വിമർശനങ്ങൾക്ക് വിധേയമാക്കിയിരുന്നു. വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവിന് നിരവധി തവണ സഹായം നൽകിയിട്ടുണ്ടെന്നായിരുന്നു അന്ന് ട്രംപ് അവകാശപ്പെട്ടത്. ഇതിനെല്ലാം പിന്നാലെയാണ് കരീബിയൻ കടലിൽ ഇപ്പോൾ US സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ട്രംപിന്റെ പരാമർശങ്ങളിൽ ഒരു അട്ടിമറി നീക്കം സംശയിക്കുന്നത്. മയക്കുമരുന്ന് കടത്തുന്ന ബോട്ടുകൾക്ക് നേരെ ആക്രമണം നടത്താൻ തനിക്ക് നിയമപരമായ അധികാരമുണ്ടെന്ന് ട്രംപ് നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ആക്രമണങ്ങൾ കരയിൽ നടത്തുമെന്ന സൂചനയുമൊക്കെ ട്രംപ് നൽകിയിരുന്നു. പക്ഷേ ഇതിനോട് ശക്തമായി തന്നെയാണ് മദുറോ പ്രതികരിക്കുന്നത്. US വ്യോമസേനയിൽ ഏറ്റവും കൂടുതൽ ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള വിമാനം ഉൾപ്പെടെ അയച്ച സാഹചര്യത്തിൽ ഇതൊരു സുരക്ഷയ്ക്കുള്ള ഭീഷണിയാണ് എന്ന് ട്രംപ് ആരോപിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ കരീബിയയിലേക്ക് അയക്കാനുള്ള നീക്കം ഒരു യുദ്ധപ്രഖ്യാപനമായിട്ടാണ് വെനസ്വേല കാണുന്നത്. യുദ്ധപ്രഖ്യാപനത്തിന്റെ ഭാഗമാണ് ട്രംപിന്റെ നീക്കങ്ങളെന്ന് മദുറോ ആരോപിക്കുന്നു. ഒരു പുതിയ യുദ്ധം കെട്ടിച്ചമയ്ക്കാനാണ് ട്രംപിന്റെ ശ്രമം എന്നതാണ് മദുറോ പറയുന്നത്. എന്തായാലും വലിയ വിമർശനം മദുറോയുടെ ഭാഗത്തു നിന്ന് ട്രംപിനെതിരെ ഉയരുകയാണ്. ഇനി ഒരു യുദ്ധം താങ്ങുക സാധ്യമല്ല
ലോകത്തിനെ സംബന്ധിച്ച്. കാരണം നമുക്കറിയാം പല യുദ്ധങ്ങളിലും പല മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. താൻ ചുമതലയേറ്റ 7 മാസത്തിനുള്ളിൽ 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്ന വ്യക്തിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പല യുദ്ധങ്ങളും അവസാനിപ്പിക്കാൻ ഉള്ള തൻ്റെ ഇടപെടലുകൾ വളരെ ആത്മാർത്ഥം എന്ന് അവകാശപ്പെടുന്ന വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. ആ ഡൊണാൾഡ് ട്രംപാണ് ഒരു രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തിന് നേരെ വിരൽ ചൂണ്ടുന്നത്, അവിടേക്ക് ആയുധ സന്നാഹങ്ങൾ അയക്കുന്നത്, ആ രാഷ്ട്രത്തെ വേട്ടയാടാനും അവിടുത്തെ അധികാരം അട്ടിമറിക്കാനും ഒരു യുദ്ധത്തിലേക്ക് വലിച്ചു നീട്ടാനും ഒക്കെ ഉള്ള ശ്രമം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ബോധപൂർവം ഉണ്ടാകുന്നത്. അപ്പോൾ ഇടത് ഭരണമുള്ള ഒരു രാഷ്ട്രത്തെ ഈ രീതിയിൽ നോക്കിക്കാണുന്ന ട്രംപാണ് താൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇട നിൽക്കുന്ന അല്ലെങ്കിൽ അതിന് ശ്രമിക്കുന്ന ആളാണ് എന്ന് സ്വയം വീമ്പ് പറയുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ട്രംപിൻ്റെ വാക്കിനും പ്രവർത്തിക്കുമൊക്കെ എന്ത് ആത്മാർത്ഥത എന്ന ചോദ്യമാണ് വെനസ്വേലയ്ക്കെതിരായിട്ടുള്ള ഈ നീക്കങ്ങളിൽ ലോകത്തിന് തന്നെ ട്രംപിനോട് ചോദിക്കാനുള്ളത്. എന്തായാലും ഇന്ന്